Hi everyone, it's me Rahul. Welcome to my Trend FX YouTube channel. സോ ലാസ്റ്റ് ഫ്രൈഡേ നമ്മുടെ മൈൻഡ് ട്രെൻഡ് എഫക്ട്സ് എന്ന ഫ്രീ പബ്ലിക് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഹെവി റാലി തന്നെ നിഫ്റ്റിയുടെ ഈ ഒരു വലിയ ഫാൾ തന്നെ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങൾക്ക്. സോ നിങ്ങൾക്ക് എല്ലാവരും ആ ഒരു റാലി ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലാവരും, അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അതേപോലെ ഫോളോ ചെയ്ത ആൾക്കാർ ഈ റാലി ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ രാവിലെ തന്നെ ഏകദേശം ഒരു 10:15 10:30 എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, രാഹുൽ ബ്രോ എങ്ങനെയാണ് എൻട്രി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്യാനിൽ ലോയും ഹൈയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്യാനിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴോട്ട് പി സൈഡിലുള്ള എൻട്രി പോകും, ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സി സൈഡിലുള്ള എൻട്രി പോകും അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കാരണം ഫസ്റ്റ് ക്യാനിൽ ഒരു വോളിയം അല്ലേ, ഈ ക്യാനിൽ അത്യാവശ്യം ഒരു വോളിയം കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഫസ്റ്റ് ക്യാനിൽ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഒരു ട്രെൻഡ് ലൈനും ഇവിടുന്ന് വരുന്നുണ്ടായിരുന്നു, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, ഇങ്ങനെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടെ ഇവിടുന്ന് വരുന്നുണ്ടായിരുന്നു. ആ ഒരു കൺഫർമേഷൻസും കൂടെ നമുക്കുണ്ടായിരുന്നു. അത് രണ്ടും ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റാലി താഴോട്ട് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഹ്യൂജായിട്ട്, അതായത് ചെറിയ ലോട്ടിൽ വരെ ഒരു ലോട്ട് എടുത്തവർക്ക് അറൗണ്ട് 10,000 റുപ്പീസ് അബോവ് 1 ഡേയിൽ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് നിങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, എക്സ്പെഷ്യലി അലിക്ക് അങ്ങനെ കുറച്ച് പേരൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഹാപ്പിനെസ് എനിക്ക്. സോ ഐ ആം വെരി ഹാപ്പി ഫോർ ഓൾ ദാറ്റ്സ് മൂമെൻറ്റ്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. കാരണം നമ്മുടെ ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് നാളെ അതായത് മൺഡേ നമുക്ക് മാർക്കറ്റ് അവധിയാണ്, 26th. ട്യൂസ്ഡേ 27 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഒരുപാട് പോസിറ്റീവ് ന്യൂസ് മാർക്കറ്റിൽ വരാനിരിക്കുന്നുണ്ട്. സോ ഒരു ഗ്യാപ്പ് അപ്പോ അങ്ങനെയോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. അതല്ലെങ്കിൽ ആസ് പെർ നൗ പ്രൈസ് ആക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു സെൽ ഓൺ റൈസ് ആണ്. ഏകദേശം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് താഴോട്ട് വീഴുകയാണെങ്കിൽ 25,157 ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 25,893, അതായത് 25,893 ഈ ഒരു ഏരിയ നമുക്ക് നോക്കാം. ഓക്കെ, സോ 25,000 ഒരു മേജറായിട്ട് ഒരു 50 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് പാർഷ്യലായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെ ഇവിടുന്ന് റിജക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് OI സപ്പോർട്ട്സ് ഉണ്ട്, അതായത് ഒരുപാട് ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് റൈറ്റേഴ്സ് അവിടെ ഓൾറെഡി അവരുടെ പൊസിഷൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. 25,000-ലും 25,900-ലും 24,900-ലും ഒരു മേജർ സപ്പോർട്ട് സോണാണ് ഈ ഒരു ഏരിയ. സോ ഇത് പെട്ടെന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബട്ട് ഒരു സെൽ ഓൺ റൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 40-50 പോയിൻറ്റ്സ് ഇവിടുന്ന് ക്യാച്ച് ചെയ്യാം, ഈ റേഞ്ചിൽ നിന്ന് ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. അതല്ല നിഫ്റ്റി ഫർദർ ഫോള് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,900 ബ്രേക്ക് ചെയ്ത് താഴോട്ട് നിഫ്റ്റി ഒരു സ്ട്രോങ് ക്ലോസ് തരികയാണെങ്കിൽ 24,900 ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി ഈ സോൺ ബ്രേക്ക് ചെയ്ത് നാളെ നിഫ്റ്റി ട്യൂസ്ഡേ ഈ നിഫ്റ്റി നല്ലൊരു ക്ലോസ് തരികയാണെങ്കിൽ പിന്നെ ഫർദർ ഫോൾ നമുക്ക് താഴോട്ടുണ്ടാവും. 25,808, 24,746, 24,688 നല്ല താഴോട്ട് വലിയ ടാർഗറ്റ്സ് നമുക്കുണ്ട്. ബട്ട് അങ്ങനെ നിഫ്റ്റി ഫോൾ ചെയ്ത് വീഴുമെന്ന് ഞാനിപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റിൽ ഒരുപാട് ഗുഡ് ന്യൂസസ് നെക്സ്റ്റ് വീക്കിൽ വരാനിരിക്കുന്നു. സോ അതെല്ലാം കൊണ്ട് തന്നെ മാർക്കറ്റ് ചിലപ്പം ഒരു ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് നമ്മൾ മാർക്കറ്റിനെ നമ്മൾ ഫുൾ ഒരു റിജക്ഷൻ, ഒരു ബൗൺസ് എല്ലാം നമ്മൾ ക്യാച്ച് ചെയ്യാൻ നോക്കാം. ബട്ട് നമ്മൾ ഫുള്ളി മാർക്കറ്റ് പോസിറ്റീവ് മോഡിലോട്ടാണെന്ന് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ മാർക്കറ്റ് മിനിമം 25,300 മുകളിൽ ഒരു ക്ലോസ് വരണം. ഈ ഏരിയയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു 25,400 മുകളിൽ ഒരു ക്ലോസ് വരുന്നവരെ മാർക്കറ്റ് നമ്മൾക്ക് പോസിറ്റീവായെന്ന് പറയാൻ കഴിയത്തില്ല. ബട്ട് സെൽ ഓൺ റൈസ് അല്ലെങ്കിൽ നമുക്കൊരു മുകളിലോട്ടുള്ള റാലിയൊക്കെ നമ്മൾ എന്തായാലും ക്യാച്ച് ചെയ്യും. അത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ജോയിൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, പ്ലീസ് ജോയിൻ. സോ അവിടെ നിങ്ങൾക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ കണ്ടൻറ്റും ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളും എല്ലാം അവിടെ കിട്ടും. കാരണം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. ഓക്കെ, നമ്മളിവിടെ ഒരു ബൈ ഓർ സെൽ കോൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ ഓൺലി ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ മാത്രമേ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ ഓൾ ലെവൽസ് ഇൻ റെസ്പെക്ട് ഓഫ് എനിത്തിങ്
നമ്മൾ ഞാൻ റെസ്പെക്ട് ഓഫ് എനിത്തിങ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങളുടെ സ്വന്തം ക്യാപിറ്റൽ വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിനോട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾ അനലിസ്റ്റ് ചെയ്തിട്ടോ നിങ്ങൾ ട്രേഡ് ചെയ്യുക. നമ്മുടെ ലെവൽസ് എല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് ഓൺലി. ഓക്കെ, ദിസ് ഇസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. സോ നാളെ നമ്മുടെ വ്യൂ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 25,156 എന്നൊരു ബൗൺസ് ഇവിടെ ഒരു റൈസ് ചെയ്തിട്ട് ഇവിടുന്ന് റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് ചെയ്യാം, ചെറിയൊരു പോയിന്റ് വേണ്ടി ട്രേഡ് ചെയ്യാം. ബട്ട് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴോട്ട് ഫർദർ ഫോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പോസിറ്റീവ് ക്യൂസ് നമ്മുടെ മാർക്കറ്റിലുള്ളത് കൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് നമുക്കൊരു ബജറ്റ് വരുന്നുണ്ട്. എല്ലാം ഒരുപാട് യൂറോപ്യൻ യൂണിയനായിട്ടുള്ള നമ്മുടെ ട്രേഡ് ഡീല് വരുന്നുണ്ട്. ആൻഡ് US-ൻ്റെ താരിഫ് റിഡക്ഷൻ്റെ ഒരു ന്യൂസ് വരുന്നുണ്ട്. ആൻഡ് RBI ഒരു 1.5 lakh CR നമ്മുടെ മാർക്കറ്റിലോട്ട് ലിക്വിഡിറ്റി ഇൻജെക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇതെല്ലാം മാർക്കറ്റിൻ്റെ പോസിറ്റീവ് ന്യൂസസ് ആണ്. സോ ന്യൂസിൻ്റെ പുറത്ത് മാർക്കറ്റ് എന്തായാലും റിയാക്ട് ചെയ്യും. സോ നമുക്കതനുസരിച്ചുള്ള പ്ലാനിങ് നമുക്ക് ട്യൂസ്ഡേ അതായത് ചൊവ്വാഴ്ച നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു, ബൈ.